ആലിമീങ്ങൾക്ക് ആത്മീയ വഴി തുറന്നു കിട്ടണമെങ്കിൽ 8 കാര്യങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ പൊരുത്തത്തെയും തൃപ്തിയെയും ലക്ഷ്യമാക്കുക എന്നതാണ്. അതായത് നിയ്യത്ത് നേരാക്കുക. രണ്ടാമത്തെ കാര്യം ഇൽമിൻ്റെ ആസാറുകൾ, അടയാളങ്ങളെ ബഹുമാനിക്കണം. മൂന്നാമത്തെ കാര്യം ഉലമാഇൻ്റെ സിയ്യ്, വേഷം, നടത്തം, ഇരുത്തം, സമീപനം എന്നിവ സ്വീകരിക്കണം. നാലാമത്തെ കാര്യം സമയത്തിന് വില നൽകണം എന്നതാണ്. അഞ്ചാമത്തെ കാര്യം ഭക്ഷണം ചുരുക്കണമെന്നതാണ്. ആറാമത്തെ കാര്യം അദബ് പാലിക്കണമെന്നതാണ്. ഏഴാമത്തെ കാര്യം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണമെന്നതാണ്. എട്ടാമത്തെ കാര്യം സുന്നത്തുകൾ അധികരിപ്പിക്കണം എന്നതാണ്. ഈ 8 കാര്യം പ്രധാനമായും നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. നിയ്യത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് പഠിക്കുന്നു എന്നത്. നാഫിയായ ഇൽമും ലാറായ ഇൽമും തമ്മിലുള്ള വ്യത്യാസം നാഫിയായ മനുഷ്യനും ലാറായ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇൽമ് 2 എണ്ണമല്ല, ശരിക്കും ആളാണ് 2 എണ്ണം. നാഫിയായ ആളുണ്ട്, ലാറായ ആളുണ്ട്. ചേകനൂർ രണ്ടൊരാളുണ്ടായിരുന്നു. മുമ്പ് ഖുർആൻ കുറേ പഠിച്ച് അവസാനം നിക്കാരം 3 എണ്ണം ഉള്ളൂ എന്ന് കിട്ടി. പഠിച്ചത് ഖുർആൻ ആയതുകൊണ്ട് നാഫിയ ഇൽമാവൊന്നുമില്ല. ആര് പഠിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാഫിയും ലാറുമാകുന്നത്. നാഫിയായൊരു മനുഷ്യൻ മൈക്ക നേരാക്കാൻ പഠിച്ചാൽ അതും നാഫിയ ഇൽമായിരിക്കും. ലാറായൊരു മനുഷ്യൻ നിക്കരിച്ചാൻ പഠിച്ചാൽ അത് ലാറായ ഇൽമേ ആവുള്ളൂ. അപ്പോൾ ആളാണ് 2 എണ്ണം. സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന അമലിനാണ് സ്വാലിഹായ അമൽ എന്ന് പറയാം. നമ്പൂരി അദ്ദേഹത്തിൻ്റെ ഉള്ളിടത്തോളം മുതൽ മുഴുവൻ 3 സെൻറ്റ് മുറിച്ചിങ്ങാണ്ട് സാധുക്കൾക്ക് പെരാറ്റാൻ കൊടുത്താലും മൂപ്പര് സ്വതക്ക ചെയ്തു എന്ന് നമ്മൾ പറയില്ല. കാരണം സ്വാലിഹായ അമൽ സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന അമലാണ്. അപ്പം മനുഷ്യനാണ് പ്രധാനം. നാഫിയായ മനുഷ്യൻ പഠിക്കുന്ന വിവരമാണ് നാഫിയായ ഇൽമാവുക. ലാറായ മനുഷ്യൻ എന്ത് വിവരം പഠിച്ചാലും അത് ലാറാവുകയേ ചെയ്യും. അതുകൊണ്ട് എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ ആര് പഠിക്കുന്നു, എന്തിന് പഠിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. അതാണ് ലക്ഷ്യം നന്നാക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ തൃപ്തിയെ നമ്മൾ കാക്ഷിക്കണം. ഇൽമു കൊണ്ട്, ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് എന്തിനെയാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാപ്പ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, മഹാനവറുകളുടെ ഒരു പ്രസംഗത്തിലുണ്ട് ഒരു അനുഭവം പറയാം. ഒരു ദിവസം എവിടെ ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ചെന്നു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിങ്ങനെ ദ്വാരക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചെറിയ ഒരു ആൺകുട്ടിനെ കൊണ്ടുവന്നിട്ട് വീട്ടുകാരൻ പറഞ്ഞു, തങ്ങളാപ്പ ഇവൻ്റെ തലയിൽ നിങ്ങളൊന്ന് മന്ദിരിച്ചോദനം, ഇവന് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം, ഇവനെ ഞാൻ ഹാഫിളാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഓൻ ഹാഫിളായി കിട്ടണം, അതിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളാപ്പ ചോദിച്ചു, എന്തിനാടാ ഓനപ്പോൾ ഹാഫിളാക്കണത് എന്ന് ചോദിച്ചു. മൂപ്പര് ചിലപ്പോൾ അങ്ങനെ ഒരു തമാശയൊക്കെ പറയും. എന്തിനാ ഓനെ ഹാഫിളാക്കണതെന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു, ഇവൻ്റെ മൂത്ത കാരണവർ ഷാർജയിലാണ്, ഓൻ അവിടുന്ന് എപ്പോഴും വിളിക്കാറുണ്ട്, ചെറിയോനെ ഹാഫിളാക്കണം, ഹാഫിളീങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചാൻസാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഷാർജയിലെ ചാൻസിന് വേണ്ടി ഹാഫിളായിട്ടും കാര്യമില്ല, മൂല്യരായിട്ടും കാര്യമില്ല, ഫൈലിയായിട്ടും കാര്യമില്ല, ദാരിമിയായിട്ടും കാര്യമില്ല, ഹുദവിയായിട്ടും കാര്യമില്ല, വാഫിയായിട്ടും കാര്യമില്ല, ഞാൻ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിട്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയെ ലക്ഷ്യമാക്കുക എന്നത് പ്രധാനമാണ്. തുടക്കത്തിലുണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടെ പോകാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാലും മതി എന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. SSLCക്ക് ഒരു 4-5 A+ ഉണ്ടെങ്കിൽ വാപ്പ തീരുമാനിക്കും, എന്നാൽ പിന്നെ ഓൻ എന്തായാലും +2 പറഞ്ഞയക്കണം. അങ്ങനെ +2 പറഞ്ഞയച്ച് അത് A+ ഒന്നും ഉണ്ടായില്ല, കഷ്ടിച്ചാണ്ട് രക്ഷപ്പെട്ട്
ഞാൻ എന്താ പഠിപ്പിക്കേണ്ടതെന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ആശയങ്ങളും വന്ന് അങ്ങനെ എന്നാൽ ഏതായാലും ഡിഗ്രിക്ക് വിടാൻ തീരുമാനിച്ചു. ഡിഗ്രിക്കോ 4 ദിവസം പോയിങ്ങാണ്ട് കൊണ്ട് പോന്നാൽ വാപ്പ തീരുമാനിക്കും ഇവനെ ഇനി പഠിക്കാൻ പറ്റൂല, ഇവനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാം എന്ന് തീരുമാനിക്കും. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിനോട് പോയി സംസാരിച്ചിട്ട് ഇവനെ ഇവിടെ ഒന്ന് ജോലിക്ക് നിർത്തുമോ എന്നൊക്കെ ചോദിച്ച് സമ്മതിച്ച് കൊണ്ടാക്കിയാൽ ഏത് ജോലിക്ക് ആദ്യം ചെന്നാലും ഏറ്റവും പ്രയാസമുള്ള പണിയാണ് ഉണ്ടാവുക. അപ്പോൾ പഞ്ചാരച്ചാക്ക് ഏറ്റലേക്കാരം ആദ്യത്തെ പരിപാടി. അപ്പോൾ എവിടെ ചെന്നാലും അങ്ങനെയാണ്, ആദ്യം കുറച്ച് ഇടങ്ങേറുള്ള പരിപാടികളാണ് ഉണ്ടാവുക. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് പഞ്ചാരച്ചാക്കൊക്കെ ഇങ്ങനെ ഏറ്റി നോക്കുമ്പോൾ ഓന് തണ്ടൽ വേദന തുടങ്ങി, ഊരവേദന. 2 ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പാട് വന്നിട്ട് പറഞ്ഞു, വാപ്പാ ഇന്നെക്കൊണ്ട് ഇത് നടക്കൂല, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പണി നോക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കൂല എന്ന് ഉറപ്പാകുമ്പോൾ പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവയ്ക്കുക, സൈക്കിള് മോട്ടോർ സൈക്കിൾ കാറൊക്കെ നേരാക്കാൻ. കുഴപ്പമൊന്നുമില്ല, മേത്ത് കരിയാവുന്നേ ഉള്ളൂ. രാവിലെ നല്ല തുണി കുപ്പായ എടുത്തുകൊണ്ട് പോയാൽ വൈകുന്നേരം വരുമ്പോൾ അതിന്മേൽ കരിയായിട്ടുണ്ടാവും. നല്ല അമലാണ്, വണ്ടി ഉപയോഗിക്കാത്ത ആരുമില്ല. ജീവിതത്തിൻ്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി ആളുകളെ സഹായിക്കുക എന്നതാണ് വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന ജോലി. നിയ്യത്ത് നേരാക്കിയാൽ നല്ലോണം കൂലിട്ടും, പക്ഷെ മേത്ത് കരിയാവും. 4 ദിവസം കരിയായപ്പോൾ അവന് തോന്നി ഇത് ശരിയാവില്ല. വാപ്പാനോട് വന്നിട്ട് പറഞ്ഞു, ഇപ്പം എനിക്കത് നേരാവും തോന്നണില്ല, വേറെ എന്തെങ്കിലും ഒന്ന് നോക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ കോഴിപ്പീടി കൊണ്ടുപോയാക്കുക. എളുപ്പമുള്ള പരിപാടിയാണ്. ആരെങ്കിലും ഒരാൾ അറുത്ത് തരും, അത് കഷ്ണം വെട്ടിയാൽ മതി, 8 കഷ്ണം 16 കഷ്ണം, അങ്ങനെ അതിനൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചുള്ള അത് വേഗം പഠിക്കുന്ന പരിപാടിയാണ്. കഷ്ണം വെട്ടിങ്ങാണ്ട് കൊടുത്താൽ മതി, മേത്ത് ചോരാവും എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. 4 ദിവസം എങ്ങനെയാണ് പോയിങ്ങാണ്ട് മേത്ത് ചോര എങ്ങനെ തെറിച്ചപ്പോൾ ഓനതിന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ വന്നിട്ട് വാപ്പാട് പറഞ്ഞു, വാപ്പ ഇന്നെക്കൊണ്ട് ഈ പരിപാടി പറ്റും തോന്നണില്ല എന്ന് പറഞ്ഞാൽ ഓതാൻ കൊണ്ടാക്കുക. എന്നഞ്ഞോനെ ഓതാൻ കൊണ്ടാക്കുക. അപ്പോൾ വാപ്പ അങ്ങനെ പറയും, എന്നാൽ പിന്നെ ഇനി ഒന്ന് മയ്യത്ത് നിക്കരിച്ചാനും കിടക്കട്ടെ എന്ന് പറയും. ഏത് കോഴിപ്പീടിയിൽ നിൽക്കാനും പറ്റാത്തവന്, വർക്ക്ഷോപ്പിൽ നിൽക്കാനും പറ്റാത്തവന്, സൂപ്പർ മാർക്കറ്റിക്കും പറ്റാത്തവൻ മയ്യത്ത് നിക്കരിച്ചാൻ കുഴപ്പമൊന്നുമില്ല. ഒരു 4 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം ഓതാൻ പോയിട്ട് വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടെടുത്തുങ്ങാണ്ട് ഇങ്ങനെ നടന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഉഷാറായിട്ട് റമദാൻ മാസത്തിലെ ലീവിൽ വന്നുങ്ങാണ്ട് തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് ആൾക്കാരെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നുങ്ങാണ്ട് 2 വർത്താനാണ്ട് പറഞ്ഞാൽ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മളെ കുഞ്ഞാമീൻ്റെ ചെറുക്കൻ തന്നെയല്ലപ്പാ പറയണത്, ഓനെ കോഴിപ്പീടിക്കും പറ്റൂല എന്ന് കരുതിയതായിരുന്നല്ലോ, ഇയാതി വർത്താനം എന്തൊരു ഉഷാറുള്ള വയത് എന്ന് ആൾക്കാർ പറയുന്ന തരത്തിൽ മാറ്റം ഉണ്ടാവും. പോയത് എങ്ങനെയായാലും വേണ്ടില്ല, പോയതിൻ്റെ ശേഷം നന്നായാലും സംഗതി വളരെ ഉഷാറാകും എന്നാണ് ഞാൻ പറഞ്ഞത്. പോയത് വാപ്പ ഉന്തിയപ്പോൾ പോയതാണ്, അല്ലെങ്കിൽ ഇമ്മ അച്ചപ്പോൾ പോയതാണ്, ഓതാൻ പോയതേ. ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു 3 കൊല്ലം ഓതിയതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഏതായാലും ഈ വഴിയിൽ ഇറങ്ങിയില്ലേ, പഠിച്ചോനെ ഇജ്ജ് കബൂലാക്കണേ, ഇന്നൊന്ന് നേരാക്കി തരണേ എന്നൊരു മനസ്സ് നമുക്കുണ്ടായാൽ അതിനെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയെ കാക്ഷിക്കുക എന്ന് പറയുന്നത്. വിജയിക്കാൻ പറ്റും. 2ാമത്തെ കാര്യം ഇൽമിൻ്റെ ആസാറുകളെ ബഹുമാനിക്കണമെന്നതാണ്. ഇൽമിൻ്റെ ആസാറുകളെ ബഹുമാനിക്കണം. ഇൽമിന് ഒരുപാട് അടയാളങ്ങളുണ്ട്, അത് ബഹുമാനിക്കണം. അതായത് നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മൻഹൽ തടക്കച്ചാണ്ട് കടന്നുറങ്ങരുത് എന്നർത്ഥം. സഹോദരങ്ങളെ, കുട്ടികളെ, മുത്താലിമ്യങ്ങളെ എല്ലാവരും ഇങ്ങോട്ട് നോക്കി. മൂല്യന്മാരെ, ഇപ്പോൾ മൂല്യന്മാരാ മുത്താലിമ്യങ്ങളാണെന്ന് മനസ്സിലാവണില്ല. മൂല്യന്മാരായിക്കോട്ടെ, അതാണ് നല്ലത്. മുത്താലിമ്യങ്ങളാ മേലെ ഇരിക്കണവരാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് മുത്താലിമ്യങ്ങളുണ്ട്. ഏതായാലും ഇങ്ങോട്ട് നോക്കി, എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നാലേ വയല് വരുള്ളൂ. വേറെ ഇവിടെ കടലാസും പരിപാടിയൊന്നുമില്ല. നിങ്ങൾ നോക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വയലിൻ്റെ രഹസ്യം. അതുകൊണ്ട് ഇങ്ങനെ നോക്കണം എല്ലാവരും. ഉസ്താദിൻ്റെ ശിഷ്യന്മാർ കുറേ ആൾക്കാരുണ്ട്, ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. സയ്യിദന്മാർ ഒരുപാടുണ്ട്. ഒരു വരും, ഒരു പോകും, ഒക്കെ നടക്കും. 11 മണിക്ക് എൻ്റെ വയത് കഴിയും, എന്നിട്ട് നമുക്ക് എല്ലാ പരിപാടിയും നടക്കും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, നാഫിയ ഇൽമ് നൽകട്ടെ, അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഇടക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ സംഘാടകർ പറഞ്ഞാൽ നിർത്തും ചെയ്യും. അവിടുന്ന് അങ്ങോട്ട് നീട്ടാൻ സംഘാടകർ പറഞ്ഞിട്ടൊട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് വിഷയങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് എൻ്റെ മുഖത്ത് നോക്കി ഇരുന്നാൽ ഞാൻ അങ്ങനെ പറയും, നിങ്ങൾ എടുക്കാൻ നോക്കണമെന്ന് വെച്ചാൽ അങ്ങോട്ട് ഞാനും നോക്കും, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഞാനും ഉറങ്ങും. അപ്പോൾ സംഗതി ആകെ പ്രശ്നമാവും.
അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോളിയും. അന്ത ഉമ്മുൻ ചൊല്ലി. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങോട്ട് നോക്കുക എല്ലാവരും. ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ പ്രീതിയെ കാക്ഷിക്കുക, നല്ല നിയ്യത്തുണ്ടാകുക. നിയ്യത്ത് നല്ല ദെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. തൗഫീഖ് പിന്നിന്ന് വരുന്നതാണ്, തൗഫീഖ് മുന്നിൽ വരില്ല. ചില ആൾക്കാരുണ്ട്, ആ കോളേജിക്കൊക്കെ പോകണം തൗഫീഖ് ഉണ്ടെങ്കിൽ എന്ന് പറയും. അതൊരിക്കലും സംഭവിക്കില്ല. കോളേജിക്ക് പോകാൻ നിയ്യത്ത് ചെയ്താലേ തൗഫീഖ് വരുള്ളൂ. തൗഫീഖ് വന്നിട്ട് നിയ്യത്ത് ചെയ്യലുണ്ടാവില്ല. തൗഫീഖ് പിന്നിന്ന് തള്ളണ സാധനമാണ്, തൗഫീഖ് മുന്നിൽ കൈ ഒടിച്ച് നടക്കുന്ന സാധനമല്ല. അതുകൊണ്ട് നമ്മൾ കരുതിയാലേ നടക്കുള്ളൂ. അപ്പം നിയ്യത്ത് നന്നാവണം. രണ്ടാമത്തേത് ഇൽമിൻ്റെ ആസാറുകൾ, അടയാളങ്ങൾ ബഹുമാനിക്കുക. കിതാബ്, പേന, നോട്ട് പുസ്തകം, കടലാസ്, കുറിപ്പുകൾ, പള്ളി, ബെഞ്ച്, ഡെസ്ക്, ഉസ്താദ്, ഇതൊക്കെ ഇൽമിൻ്റെ അടയാളങ്ങളാണ്. ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല. മൊബൈലിനോട് ഒരാൾക്ക് ബഹുമാനമില്ലെങ്കിൽ ആ മൊബൈൽ അവന് ഉപദ്രവമേ ചെയ്യൂ, ഉപകാരം ചെയ്യില്ല. ബഹുമാനിക്കാത്ത ഒരു സാധനവും, ഭാര്യയോട് ബഹുമാനമില്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് ഗുണം ഉണ്ടാവില്ല. മക്കളോട് ബഹുമാനമില്ലെങ്കിൽ മക്കളെ കൊണ്ട് ഉപകാരം ചെയ്യൂല.